ഇസ്രായേലിൻ്റെ വ്യോമസേനയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഒടുവിൽ യമനെയും ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ വാർത്തകളൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ രാത്രി ഏതാണ്ട് ഈ യമൻ ഇസ്രായേലിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരെയാണ്, ഏതാണ്ട് ഇറാനിലേക്കുള്ള ദൂരം. അതെ, അത്രയുണ്ടല്ലേ? നമ്മൾ ഓർക്കുന്നില്ല, ഇറാനിലേക്ക് അന്ന് രാത്രി 100-ലേറെ വിമാനങ്ങൾ പറന്ന് എന്നിട്ടാണ് ഇറാനെ തവിടുപൊടിയാക്കിയിട്ട് പോകുന്നത്. ഇറാൻ്റെ സകല ആയുധ ശേഷി, മിസൈൽ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, പ്രാചീൻ മേഖലയിൽ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണശാല, ഇതെല്ലാം തകർത്തിട്ട് ഒരു വെടിയുണ്ട പോലും കൊള്ളാതെ പോയ വിമാനങ്ങൾ മുഴുവൻ തിരിച്ചു വന്നു സുരക്ഷിതമായി. 2000 കിലോമീറ്റർ പോയിട്ട്. അന്ന് പോയത് ഇതിനൊക്കെ അറ്റാക്ക് വിമാനങ്ങൾ, അതിനെ എസ്കോർട്ട്, പൈലറ്റ്, ആകാശത്ത് വെച്ച് റീഫ്യൂൽ ചെയ്യാനുള്ള വിമാനങ്ങളൊക്കെ ആയിട്ട് വലിയ സന്നാഹമായിട്ട് 100-120 വിമാനങ്ങൾ പോയി എന്നാണ് പറയുന്നത്. അത് നമ്മുടെ വ്യോമ ആക്രമണ ചരിത്രത്തിലെ വലിയൊരു ഇതിഹാസം പോലെ വാഴ്ത്തപ്പെട്ട സംഭവമാണ്. കാരണം അത്രയും യുദ്ധവിമാനങ്ങൾ ഒരുമിച്ച് ഒരു രാജ്യത്തേക്ക് ആരും അറിയാതെ വിവിധ രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്ന് എന്ന് ആക്രമണം നടത്തി വിജയകരമായി തിരിച്ചു പോകുന്നതിന് സമാനമായ ഒരു സംഭവമാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. 2000 കിലോമീറ്ററാണ് സിറിയയിലേക്കുള്ള ദൂരം, യമനിലേക്കുള്ള ദൂരം. ഈ യമനിലേക്ക് 2000 കിലോമീറ്റർ ഇന്ന് 2 തവണയായിട്ട് 2 തരംഗങ്ങളായിട്ടാണ് ആക്രമണം നടത്തിയെന്ന് IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു തരംഗം എന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെ 3:15 3:15 യമൻ തീരത്ത് റാസ് ഈസ എന്ന് പറയുന്ന എണ്ണ സംഭരണശാല, റിഫൈനറി ഒക്കെ തകർത്തു. അതിനുശേഷം പോർട്ട് ഓഫ് സാലിഫ് തകർത്തു. യമനിൽ 3 തുറമുഖങ്ങളാണുള്ളത്, 3 പോർട്ടുകളാണ്. 3 പോർട്ടുകൾ തകർത്തു. ഗോദിദ പോർട്ട് അവിടെ അത് തകർത്തു, പോർട്ട് ഓഫ് സാലിഫ് തകർത്തു. അപ്പോൾ 3:15 ആദ്യത്തെ തരംഗം യമൻ്റെ തീരമേഖലയിലാണ്. ഈ പറഞ്ഞ പോലെ സാലിഫ് പോർട്ട്, റാസ ഈസ ഓയിൽ ഫെസിലിറ്റി, വലിയ യമനെ സംബന്ധിച്ച് വളരെ നിർണായകമായ എണ്ണ സംഭരണശാലയും റിഫൈനറിയാണ്, അത് തകർത്തു. പവർ സ്റ്റേഷൻസ് തകർത്തിട്ടുണ്ട്. 4:30 രണ്ടാമത്തെ ആക്രമണ വേവ് ഉണ്ടായത്. അത് സാന, യമൻ്റെ തലസ്ഥാനമാണ് സാനയിലെ പവർ സ്റ്റേഷൻസ്, 3 പവർ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു, അത് തകർത്തു. ഈ എണ്ണ ശുചീകരണ ശാലകളും പവർ സ്റ്റേഷനുകളും തകർത്താളുടെ അവസ്ഥ എന്താ? പിന്നെ അവിടെ കറണ്ടില്ല, വൈദ്യുതിയില്ല. അത് മാത്രമല്ല, പടിഞ്ഞാറൻ പ്രൊവിൻസിലാണ് ഈ റാസീസ ഓയിൽ ഫെസിലിറ്റിയൊക്കെ ഉള്ളത്. സാനയ്ക്ക് സൗത്തിലും നോർത്തിലുമുള്ള തുറമുഖങ്ങളെല്ലാം തകർത്തു, പവർ സ്റ്റേഷൻസ് എല്ലാം തകർത്തു എന്ന് പറയുന്നു. ഈ 3 തുറമുഖങ്ങളുണ്ട്. അവിടെ ഗോദിദ പോർട്ടിലെ കൂറ്റൻ ക്രെയിനുകളെല്ലാം നിലംപരിശായിപ്പോയി. ഈ തുറമുഖത്തുണ്ടായിരുന്ന ടഗുകളുണ്ടല്ലോ, വലിയ കപ്പലുകൾ വരുമ്പോൾ കപ്പലുകളെ വലിച്ച് തുറമുഖത്തേക്ക് അടുപ്പിക്കുന്ന ടഗ് ബോട്ട്സുകളെല്ലാം മുക്കി. യമനിലെ വലിയൊരു സ്കൂളുണ്ട്, റമാത്ത് ഗാൻ സ്കൂൾ, അത് തവിടുപൊടിയായിപ്പോയി. കാഷ്വാലിറ്റീസിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതാണ്ട് 9 പേരോളം മരിച്ചു എന്ന് ഇപ്പോൾ അൽ മസ്രിയ TV എന്ന് പറഞ്ഞ ഹൂത്തികൾ നടത്തുന്ന ഒരു ടെലിവിഷനുണ്ട്, അവരിപ്പോൾ സ്ഥിരീകരിച്ചു. യമനിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി, ഞങ്ങൾക്ക് വ്യാപകമായി തുറമുഖങ്ങൾ ആക്രമിച്ചു, പവർ സ്റ്റേഷൻസ് ആക്രമിച്ചു എന്നൊക്കെ അവർ TV-യിലൂടെ വാർത്ത വരുന്നുണ്ട്. 9 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബുള്ളറ്റിൻ. അപ്പോൾ കനത്ത ആക്രമണമാണ്. ഏതാണ്ട് 400 ടൺ ബോംബുകൾ വർഷിച്ചു എന്നാണ് പറയുന്നത്, 400 ടൺ. അപ്പോൾ ഇതിനൊരു ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ് യമനെ ഇപ്പോൾ ആക്രമിച്ചത്? യമൻ ഈ പറഞ്ഞ പോലെ ലെബനോൺ പോലെ, അതല്ലെങ്കിൽ ഹമാസിൻ്റെ സാന്നിധ്യമുള്ള ഗാസ പോലെ ഇസ്രായേലിനോട് ചേർന്ന് നടക്കുന്ന രാജ്യമല്ല. ഹൂത്തികൾ പ്രധാനമായും ആ മേഖലയിലൂടെ, റെഡ് സീയിലൂടെയൊക്കെ പോകുന്ന കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അവരും ഇറാൻ്റെ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹൂത്തികളും ഇസ്രായേലുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ IDF പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിന്, ഇപ്പോൾ ഡിസംബർ കഴിയുകയാണ്, ഈ ഒരു വർഷം 2024 170 തവണ ഇവർ ഇസ്രായേലിന് മിസൈൽ അയച്ചു. 200 മിസൈലുകൾ അയച്ചു, 170 ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായി. പക്ഷേ ഇതൊന്നും ഇസ്രായേലിൻ്റെ അതിർത്തിയിലോട്ട് കയറിയില്ല. അതിന് മുമ്പ് തർക്കം കഴിഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഡിസംബർ 1-ാം തീയതി ഇവർ ഹൂത്തികൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചു, അത് തകർത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച വീണ്ടും ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നു, അതും ആരോ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇസ്രായേൽ തകർത്തു.
അപ്പോൾ അതുവരെ ചെറിയ മിസൈലുകളൊക്കെ ഈ 2000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരു ചെറിയ പാട്ട മിസൈൽ വന്നാൽ ഒന്നും സംഭവിക്കാനില്ലല്ലോ. പക്ഷേ ബാലിസ്റ്റിക് മിസൈൽ ഡിസംബർ മാസം 1-ാം തീയതി മിനിഞ്ഞാന്നുമായിട്ട് വന്നതുകൂടിയാണ് ഇസ്രയേൽ അത് ഗൗരവത്തിലെടുത്തത്. ഇസ്രയേൽ ഇതുവരെ ലബനോട് യുദ്ധം, ഇറാനോട് യുദ്ധം, ഗാസയിൽ യുദ്ധം, ഇങ്ങനെ എല്ലായിടത്തും യുദ്ധമായിട്ട് തുറക്കേണ്ടതില്ല. അതുകൊണ്ട് യമൻ അവിടെ നിൽക്കട്ടെ, അവൻ ഈ കൊതു കടിക്കുന്ന പോലെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വിട്ട് രസിക്കട്ടെ എന്ന് പറഞ്ഞു അതന്യ തൊഴിൽ തള്ളി മൈൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഫ്രീ ആയി, ഇറാൻ അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണ്, നടുവൊടിഞ്ഞ് വീണ്ടുതല്ലോ കിടക്കുന്നു എന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. ലെബനോൺ യുദ്ധം ക്ലോസ് ചെയ്തു. സിറിയയായിട്ട് ഒരു പ്രശ്നമില്ലാതെ സിറിയ കയറിയിട്ട് ആ ലാൻഡ് പിടിച്ചെടുത്തു, അവിടെ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ഗാസയിലെ ഓപ്പറേഷൻസ് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്തപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ പോയിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പോൾ ഗാസയിൽ യുദ്ധം നടക്കുന്ന ഒരു കാലത്തും ബിബി അവിടെ പോയിട്ടില്ല. പക്ഷേ ഗാസയിൽ ഹമാസിനെ ഏതാണ്ട് റെഡിയാക്കി സമ്പൂർണ്ണ നിയന്ത്രണം ഗാസയുടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നെതന്യാഹു അവിടെ പോയി. എന്ന് പറഞ്ഞാൽ ഈ രാജ്യം എൻ്റെ രാജ്യം, ഈ ഭൂപ്രദേശം എൻ്റെ രാജ്യത്തിൻ്റേതാണെന്ന് പ്രഖ്യാപിക്കുന്ന പോലെയാണ്. അതുപോലെ സിറിയയിൽ പിടിച്ചെടുത്ത ഭൂമിയിലേക്ക് ഹർമോൺ മലനിരകളിൽ പോയിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പ്രഖ്യാപിക്കുന്ന പോലെ നെതന്യാഹു അവിടെയും പോയി. അതിനുശേഷം സിറിയയിൽ വെറുതെ ലാഭം കിട്ടി. ഒരാക്രമണം, ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കേണ്ടി വന്നില്ല സിറിയയിൽ. അങ്ങോട്ട് കയറി ചെന്ന് എല്ലാം പിടിച്ചേക്ക് പോകുന്നു. പിന്നെ ചെയ്ത് രാസായുധശാലകൾ തകർത്തു, രാസായുധങ്ങൾ ഉണ്ടായിരുന്ന വെയർ ഹൗസുകൾ തകർത്തു. അതല്ലാതെ ഒരു സൈനികന് പോലും ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിക്കേണ്ടി വന്നില്ല സിറിയയിൽ. അപ്പോൾ ആയുധശേഖരവും നേവൽ ബേസും ഒക്കെയാണ് തകർത്തത്. അതല്ലാതെ അതൊക്കെ മിസൈൽ ഉപയോഗിച്ച് തകർക്കുകയാണ്. അല്ലാതെ സൈനികരുടെ തോക്കിൽ നിന്ന് വെടി ഉതിർക്കാതെ ഒരു യുദ്ധം നേടി ഒരു രാജ്യത്തിൻ്റെ കുറേ ഭാഗം പിടിച്ചെടുക്കാൻ പറ്റി സിറിയയിൽ. പ്ലാൻഡ് അറ്റാക്കാണ്. അപ്പോൾ കിട്ടിയ അവസരത്തിൽ കയറിപ്പോയി. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ സിറിയയുടെ കൈ വന്നു കഴിഞ്ഞപ്പോൾ സിറിയയായിട്ട് പ്രശ്നമില്ല, ലെബനോണിൽ പ്രശ്നമില്ല. ഹമാസിൻ്റെ ആക്രമണം കഴിഞ്ഞപ്പോഴത്തേക്കാണ് യമൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിയാൻ വന്നത്. അതവൻ്റെ നമ്മൾ ഫ്രീ അല്ലേ, ഞാൻ വെറുതെ ഇരിക്കുകയാണ്, നീ മാന്തിക്കൊണ്ടിരിക്കുക, കയറി നിന്നെ അടിക്കാമെന്ന് മണ്ടക്കടിച്ചു. മാത്രമല്ല, നമ്മൾ പറഞ്ഞിരുന്നത് മുമ്പ് എല്ലാവരും പറഞ്ഞു യമൻ്റെ കാര്യത്തിലൊക്കെ പിന്നീട് കിടത്തുള്ളൂ. കാരണം യമനിൽ നല്ല പണി സൗദി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സൗദിയായിട്ടുള്ള യുദ്ധത്തിൽ അവിടെ 2 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. ഹൂത്തികളും അവരുമായി ബന്ധപ്പെട്ട ഷിയ മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടു. അത് ഷിയ മുസ്ലിങ്ങളെ കൊന്നത് സുന്നി മുസ്ലിങ്ങളും, അതും സൗദി അറേബ്യ ആയതുകൊണ്ടും ലോകത്തൊരിടത്തും മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞ് കരച്ചിലും നിലവിളിയൊന്നും ഉണ്ടായില്ല. വാർത്ത പോലും ആയില്ല. 2 ലക്ഷത്തോളം ആളുകളാണ് യമനിൽ കൊല്ലപ്പെട്ടത്. യമനിലൊരു ഭരണകൂടം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞപ്പോൾ ഈ എന്തൊക്കെയാണെങ്കിലും യമൻ്റെ കാര്യത്തിലൊന്നും ഇസ്രായേൽ ഇടപെടത്തില്ല. ഇതിൽ ട്രംപ് വരുന്നവരെയൊക്കെ അതിനുശേഷം കാത്തിരിക്കാമെന്നൊക്കെയായിരുന്നു പൊതുവിൽ ഇസ്രയേലിൻ്റെ നയം. അന്നേരമാണ് ഡിസംബർ 1-നും മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച പുലർച്ചെയും അവർ ബാലിസ്റ്റിക് മിസൈൽ അയച്ചത്. അപ്പോൾ തന്നെ ഇസ്രയേൽ കാറ്റ്സ് എന്നുള്ള പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു, വി വിൽ റീച്ച് യു എന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്ന് യമനോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് പുലർച്ചെ 3:15-നും 4:30-നുമായിട്ട് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ഡസൻ കണക്കിന് വിമാനങ്ങൾ പറന്നു എന്നതാണ് പറയുന്നത്. അക്കൂട്ടത്തിൽ സ്പൈ ജെറ്റ്സ് ഉണ്ടായിരുന്നു, റിഫ്യൂവലർ. കാരണം 2000 കിലോമീറ്ററും അങ്ങോട്ടും 2000 കിലോമീറ്റർ ഇങ്ങോട്ടും പറക്കണമല്ലോ. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പറന്നു എത്തും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഇസ്രായേലിനെ പോലെ ഒരു രാജ്യം, വളരെ ചെറിയൊരു രാജ്യമാണ്. അവർ 2000 കിലോമീറ്റർ അവരുടെ ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ പറന്നിരുന്നു. ഇപ്പോൾ ഒരു 14 ഫൈറ്റർ ജെറ്റുകൾ പോകുകയാണെന്നിരിക്കട്ടെ, 14 ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്. 14 ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ 3 കൊണ്ട് ഗുണിക്കണം. അകമ്പടി 3 അല്ലെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണം. വിമാനങ്ങളുടെ 2 സൈഡുകളും അകമ്പടി വിമാനങ്ങളുണ്ടാവും, മുന്നിലും താഴെ ഉണ്ടാകും, അവരെ കവർ ചെയ്യുന്ന വിമാനങ്ങൾ. അപ്പോൾ ഒരു വിമാനത്തിന് 4 വിമാനങ്ങൾ വരെ കവർ ചെയ്തു പോകും. അപ്പോൾ 14 × 4 എത്രയാ? 56 വിമാനങ്ങൾ, 56 ഫൈറ്റർ ജെറ്റുകൾ. പിന്നെ ഇവർക്ക് ഫ്യൂവൽ, ഈ 56 വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള മറ്റു വിമാനങ്ങൾ, പിന്നെ നിരീക്ഷണ വിമാനങ്ങൾ, ഇത്രയും അടങ്ങുന്ന ഒരു സന്നാഹമാണ് ഇന്ന് പുലർച്ചെ സിറിയയിലേക്ക് പറന്ന് എന്ന് സിറിയയുടെ തലസ്ഥാനം സന ഉൾപ്പെടെ തകർത്ത്, പവർ സ്റ്റേഷനുകൾ തകർത്ത്, എണ്ണശാലകൾ തകർത്ത്, ആകെ ഉണ്ടായിരുന്ന 3 തുറമുഖങ്ങളും തകർത്ത്, അവിടുത്തെ കടലിൽ കിടന്ന ടഗുകളും തകർത്ത് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞേക്കുന്നത്, ഞങ്ങൾക്ക് നേരെ കൈ ഉയർത്തുന്നവരുടെ കൈ ഛേദിക്കും. ഞങ്ങളുടെ കൈ എത്താം. മാത്രമല്ല, ഈ ലോകത്തൊരിടത്തും ഇസ്രായേലിൻ്റെ കൈ എത്താത്ത ഒരു സ്ഥലവും
ഇല്ല എന്ന് കൃത്യമായി നെതന്യാഹു പറഞ്ഞു. അതാണ് ഇപ്പോൾ കാറ്റ്സ് ആക്രമിച്ചു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞു, നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തു, യമന്റെ കാര്യം അടുത്ത ലക്ഷ്യം യമനായിരിക്കും. ഇസ്രായേൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്, ജനുവരി 20 കാക്കത്തില്ല, അടുത്ത യമനിട്ട് പണി കൊടുക്കും നമ്മൾ പറഞ്ഞു. 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് അടിച്ചു കഴിഞ്ഞു. വി വിൽ റീച്ച് യു എന്ന് ഇന്നലെ കാറ്റ്സ് പറഞ്ഞിരുന്നു. അത് കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് വി വിൽ റീച്ച് യു എന്ന് പറഞ്ഞാൽ അത് 1 മാസം കഴിഞ്ഞ് റീച്ച് ചെയ്യുന്നതല്ല, ഉടനെ പോകും എന്നുള്ള ഒരു ഗസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്നലെ ആ വീഡിയോ ചെയ്ത്. അതിപ്പം ഫലവത്തായിരിക്കുന്നു. ഈ വാർത്ത ഇപ്പോൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ മുമ്പ് ബ്രേക്ക് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇസ്രായേൽ അടങ്ങിയിരിക്കുന്നില്ല. ആകാശത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഡസൻ കണക്കിന് വിമാനങ്ങളുമായി ഒരു ആകാശ ആക്രമണത്തിൻ്റെ ഇതിഹാസം കൂടെ സൃഷ്ടിച്ച് യമൻ എന്ന ഒരു ശത്രുവിനെ കൂടെ ഇസ്രായേൽ ഏതാണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.